ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് ഓർമ്മയുണ്ടല്ലോ. 1951 ഒക്ടോബർ 25-നും 52 ഫെബ്രുവരി 21-നും ഇടയിലാണ് നടന്നത്. ആദ്യ വോട്ട് ചെയ്തത് ഹിമാചൽ പ്രദേശിലെ ഒരാളായിരുന്നു, ശ്യാം ശരൺ നേഗി. നമ്മൾ ആ കഥയുടെ പിന്നാമ്പുറത്തേക്കൊന്ന് പോകുന്നു. ഇലക്ഷൻ വന്ന് പടിവാതിക്കൽ മുട്ടുകയല്ലേ. 1951 ഒക്ടോബർ 25-ന് ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാകാൻ ഭാഗ്യം ലഭിച്ചത് ഹിമാചൽ പ്രദേശിലെ കിന്നൌർ സ്വദേശിയും അധ്യാപകനുമായ ശ്യാം ശരൺ നേഗിക്കാണ്. അധ്യാപകനായ ശ്യാം ശരണിന് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ചുമതല കൂടി ഉണ്ടായിരുന്നതിനാൽ ആദ്യം തന്റെ വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. അന്ന് ശ്യാമിന് പ്രായം 34 വയസ്സ്. തുടർന്ന് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശ്യാം ശരൺ മുടങ്ങാതെ വോട്ട് ചെയ്തിട്ടുണ്ട്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ശ്യാം ശരൺ നേഗിയെ 2010-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദരിച്ചിരുന്നു. मुझे आज भी वो दिन याद है, वो खुशी, वो गर्व जो मैंने महसूस की, चाहे बर्फ पड़े या बारिश, मैं पूरा करता हूँ. നൂറ്റിയഞ്ചാം വയസ്സിൽ 2022 നവംബർ 5-നായിരുന്നു ശ്യാം ശരണിന്റെ മരണം. മരണത്തിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് 2022 നവംബർ 2-ന് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്യാം ശരൺ വോട്ട് ചെയ്തിരുന്നു. നേഗിയുടെ 34ാമത്തെ വോട്ട് രേഖപ്പെടുത്തലായിരുന്നു അത്. പൂർണ്ണ ബഹുമതികളോടെയായിരുന്നു ശ്യാം ശരൺ നേഗിയുടെ സംസ്കാരം. റിസർച്ച് ഡെസ്ക് 24